But if you are having a limited budget, for example, if you are having just 10 lakh rupees only budget, then newspaper front page is not affordable for you. Yes. That's the first thing. The 10 lakhs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ digital marketing is actually a good budget. So you can spend that 10 lakh in 10 months. അതെ അതെ തീർച്ചയായും. Wherein other traditional market ഇപ്പോൾ if you go for a hoarding in a very main walking ഉള്ള ഒരു സ്ഥലത്ത് ഒരു hoarding വെച്ചു, ആ hoarding maybe you need to spend a rent of maybe 1 lakh for month. Okay. സോ ആ ഒരു ലെവൽ ഓഫ് കാര്യങ്ങൾ ട്രഡീഷണൽ മാർക്കറ്റിംഗായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസാണ്, അതായത് പ്രൈസ് കുറച്ചിട്ട്, അതായത് ഏറ്റവും പ്രൈസ് കുറച്ചിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് ഈസ് ആക്ച്വലി യു ക്യാൻ ടാർഗറ്റ് ദ കസ്റ്റമർ. Wherein like if a traditional media, if you say about a newspaper, you cannot target a customer. How you are going to target it? And the newspaper is not giving you a insight analytics also. For example, newspaper will say ഇപ്പോഴും ഡിജിറ്റൽ മാർക്കറ്റിംഗിലേക്ക് പോകാതെ അല്ലെങ്കിൽ ഡിജിറ്റലി പോകാതെ പേപ്പറേ വായിക്കൂ എന്ന് വാശി പിടിച്ചിരിക്കുന്ന ഒരു ജനറേഷൻ ഇപ്പോഴും ഉണ്ട്, പല സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പൊ അവരിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ ട്രഡീഷണൽ മാർക്കറ്റിംഗ് നമുക്ക് അത്യാവശ്യമാണ്. കറക്റ്റ്. പറയാൻ വന്നത് ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എന്തുകൊണ്ട് വൈ ഡിജിറ്റൽ മാർക്കറ്റിംഗ്? ഫസ്റ്റ് തിങ് ഈസ് ആക്ച്വലി ഇറ്റ്സ് വെരി കോസ്റ്റ് എഫക്റ്റീവ് കമ്പയർഡ് ടു എനി അതർ ട്രഡീഷണൽ മാർക്കറ്റിംഗ് മീഡിയ. സെക്കൻഡ് തിങ് ഈസ് ആക്ച്വലി യു വിൽ ഗെറ്റ് ദ ക്ലിയർ ഇൻസൈറ്റ് ഓഫ് വാട്ട് യു ആർ ഡൂയിങ്. ഫോർ എക്സാമ്പിൾ യു ക്യാൻ ടാർഗറ്റ് ദ കസ്റ്റമർ. ഫോർ എക്സാമ്പിൾ ഇഫ് യുവർ പ്രൊഡക്റ്റ് ഈസ് ഹാവിങ് ആൻ ഓഡിയൻസ് ഓഫ് 18 years തൊട്ടിട്ട് ഒരു 35 years വരെയുള്ള ഇന്ന ഇൻട്രസ്റ്റുകളുള്ള ആളുകൾ മാത്രം എൻ്റെ അഡ്വർടൈസ്മെൻറ്റിൽ കാണിച്ചാൽ മതി എന്നുള്ളത് യു ക്യാൻ ഡിസൈഡ് ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ആൻഡ് യു വിൽ ഗെറ്റ് ദ ഇൻസൈറ്റ് ഓൾസോ. ആരൊക്കെ കണ്ടു, എത്ര പേര് കണ്ടു, എത്ര വ്യൂസ് വന്നു, എത്ര ക്ലിക്ക് വന്നു, യു ക്യാൻ ഗെറ്റ് ദ ക്ലിയർ ഇൻസൈറ്റ്സ്. വേർ ഇൻ ട്രഡീഷണൽ മാർക്കറ്റിംഗ് യു വിൽ നോട്ട് ഗെറ്റ് എനി ഇൻസൈറ്റ്സ്. അത് കിട്ടില്ല. നമുക്ക് കറക്റ്റ് ആയിട്ട് ആരൊക്കെ കണ്ടു അല്ലെങ്കിൽ എത്രത്തോളം അത് റീച്ച് ആയിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് കാണുന്നത്. ഒരുപാട് നല്ല പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ ഒരുപാട് നല്ല സർവീസുകൾ ചിലപ്പം ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ ഒരൊറ്റ അഭാവം കൊണ്ട് മാത്രം ഒന്നും അല്ലാതായിട്ട് പോയിട്ടുണ്ട്. ഒരുപാട് ബിസിനസ്സുകൾ തകർന്നിട്ടുണ്ട്. ശരിക്കും അവർക്ക് മനസ്സിലാവില്ല എന്തുകൊണ്ടാണ് അത് തകർന്നത് എന്നുള്ളത് മനസ്സിലാവില്ല. അപ്പോൾ അങ്ങനെ തകരാൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ അഭാവം ഒരു കാരണമായിട്ടുണ്ടെന്ന് സാറിന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഇന്നത്തെ മാർക്കറ്റിൽ അത് എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റും മാർക്കറ്റും സെല് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡിജിറ്റലി യു ഷുഡ് ഡു ഇറ്റ്. ഓക്കെ. അതായത് ഒരു ബിസിനസ് തുടങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് തീർച്ചയായിട്ടും ചെയ്തിരിക്കണം. തീർച്ചയായിട്ടും ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ യു നീഡ് ടു സ്പെസിഫിക്കലി ഡിസൈഡ് ദാറ്റ് വാട്ട് ഈസ് മൈ ബഡ്ജറ്റ് ഫോർ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. ഓക്കെ. അപ്പോൾ ഇവോക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നേ തന്നെ ചിന്തിച്ചു. അതായത് ബിസിനസ് എന്തായാലും നമുക്ക് ലൈഫ് ലോങ് ആവശ്യമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ബിസിനസ് നമുക്ക് എപ്പോഴും മുൻപന്തിയിലേക്ക് എത്തിക്കണം എന്നുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് മസ്റ്റ് ആണെന്നുള്ള ഇവോക്ക് ചിന്തിച്ചതിൻ്റെ പേരിലാണ് സാർ ഇവോക്കിലേക്ക് എത്തിച്ചേർന്നത് അല്ലേ? ഇവോക്ക് എന്നൊരു ഫേമിലേക്ക് എത്തിച്ചേർന്നത്. ഓക്കെ. ഇവോക്ക് ഈസ് ബേസിക്കലി ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇവോക്ക് ഈസ് ബേസിക്കലി digital design and development and marketing company. So when you come to Evoke for a consultation, suppose you have an idea or you may have already a business, maybe if you are having a clothing business, ഒരു ക്ലോത്തിങ് ബോട്ടിക്ക് നിങ്ങൾ നടത്തുവാണ്. സോ മേ ബി യു ആർ കമ്മിങ് ടു അസ് ഫോർ എ കംപ്ലീറ്റ് ഡിജിറ്റൽ കൺസൾട്ടേഷൻ. നിങ്ങളായിട്ട് കപ്പിൾ മീറ്റിംഗ് നടത്തും. അതിൻ്റെ ബേസിൽ നിങ്ങളുടെ പ്രൊഡക്ട്സ് നമ്മൾ മനസ്സിലാക്കും, നിങ്ങളുടെ പ്രൈസിങ് മനസ്സിലാക്കും, നിങ്ങളുടെ മാർജിൻസ് മനസ്സിലാക്കും, കറണ്ട് കസ്റ്റമർ ബേസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കും. അതിനുശേഷം മേ ബി ഇഫ് റിക്വയർഡ് വി വിൽ സജസ്റ്റ് യു ആൻ ഇ-കൊമേഴ്സ് വേർ യു ക്യാൻ സെൽ ദ പ്രൊഡക്ട്സ് ഓൺലൈൻ. അത് നമ്മൾ ബിൽഡ് ചെയ്യും. അത് നമ്മൾ ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ഏറ്റവും മാർക്കറ്റിംഗ് സപ്പോർട്ട് കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് അത് നമ്മൾ ബിൽഡ് ചെയ്യും ആദ്യം. അതിനുശേഷം നിങ്ങളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഏറ്റെടുക്കും. സോ വി വിൽ ഡൂ ദ മാർക്കറ്റിംഗ് ഓൾസോ. ദാറ്റ് മീൻസ് ലൈക്ക് ഇറ്റ്സ് എ കംപ്ലീറ്റ് സൊല്യൂഷൻ ഫോർ യുവർ building your e-commerce and doing the marketing online. Okay. Digital marketing, when you are considering digital marketing for different type of businesses, the approach towards is അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജി ടുവേർഡ്സ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡിപ്പെൻഡ്സ് ഓൺ യുവർ ബിസിനസ് ആണ്. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ്, നിങ്ങളുടെ സർവീസ് അത് ഏത് കസ്റ്റമർ ബേസിലേക്ക് എത്തുന്നു, അത് ഏത് ജിയോഗ്രഫിയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കൊച്ചി ചെയ്യുന്ന അതേ പാറ്റേൺ ആയിരിക്കില്ല ദുബായ് ചെയ്യുന്നത്, ദുബായ് ചെയ്യുന്ന പാറ്റേൺ ആയിരിക്കില്ല ന്യൂയോർക്ക് ചെയ്യുന്നത്. കാര്യം ഓരോ സ്ഥലത്തുള്ള കസ്റ്റമർ ബേസും അവരുടെ ബിഹേവിയറും ഡിഫറെൻ്റ് ആണ്. ഇവിടെ ചെയ്യുന്ന അതേ പാറ്റേൺ നമുക്ക് വേറൊരു കൺട്രി പോയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. സോ അതെല്ലാം പഠിച്ച ശേഷമാണ് നമ്മൾ മാർക്കറ്റിങ്ങിൻ്റെ സ്ട്രാറ്റജി ഉണ്ടാക്കുന്നത്. എത്ര സ്പെൻഡ് ചെയ്യണം, ഏത് ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെൻറ്റുകൾ ചൂസ് ചെയ്യണം, ഏതൊക്കെ പ്ലാറ്റ്ഫോമിൽ നമ്മൾ അഡ്വർടൈസ് ചെയ്യണം, ഇതെല്ലാം നമ്മൾ ചെയ്യുന്നത് ബിസിനസ്സിനെ മനസ്സിലാക്കിയ ശേഷമാണ്. സോ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് വി വിൽ സ്റ്റഡി യു ആൻഡ് യുവർ ബിസിനസ്. അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് സാറിൻ്റെയൊക്കെ ഒരു ക്ലയൻ്റാണ് നമ്മുടെ EMR, അതായത് ദുബായ് EMR എന്നുള്ള വലിയ കമ്പനികൾ. അപ്പോൾ അങ്ങനത്തെ വൻകിട ഭീമന്മാരായിട്ടുള്ള കമ്പനികളിലേക്ക് എങ്ങനെയാണ് ഇവോക്ക് എത്തിച്ചേർന്നത്? ഇവോക്ക് കൂടുതൽ പ്രൊജക്ട്സും, അതായത് വലിയ പ്രൊജക്ട്സ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എമിറേറ്റ്സ്, MR അതുപോലെയുള്ള വലിയ ക്ലയൻസിലേക്ക് ഇവോക്ക് എത്തുന്നത്. ഇവോക്ക് ഡിജിറ്റൽ ഏജൻസികളുടെ സപ്ലയറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബെയ്റ്റ്സ്പാൻ ഗൾഫ് എന്ന് പറഞ്ഞിട്ട് GCC ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഭീമനായിട്ടുള്ള കമ്പനിയുണ്ട്. സോ
മാർക്കറ്റിംഗിന്റെ They're not a digital marketing company, they're a digital company, if I say. ഓക്കെ I mean, they do, like I said, design, development, and marketing. So they do everything, even branding. They do everything. So അവർക്ക് ഡെവലപ്മെന്റ് സെഗ്മെന്റ് ഇല്ല, അതായത് അവർക്ക് ഡെവലപ്മെന്റ് അവർ ചെയ്യത്തില്ല. അതായത് ഇഫ് ദേ വാണ്ട് ടു ഡു എ വെബ്സൈറ്റ്, ഇഫ് ദേ വാണ്ട് ടു ഡു എൻ ഇ-കൊമേഴ്സ്, അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള റിസോഴ്സസ് ഒന്നുമില്ല. സോ ദേ ഡു ഔട്ട്സോഴ്സ് ടു അതർ കമ്പനീസ്. ഓക്കെ സോ അവരുടെ സപ്ലയർ ആവുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ലൈക്ക് അൻ ഈസി ടാസ്ക്, ബട്ട് വി ആർ എ നമ്പർ 1 സപ്ലയർ ഫോർ ബേസ്പാൻ ഗൾഫ്. ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്, റൈറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെ MR മാത്രമല്ല ഒരുപാട് കമ്പനീസ് നമുക്ക് ഉണ്ടെന്ന് പറഞ്ഞു. Correct. അപ്പോൾ ഇവിടെ ഇന്ത്യയിലല്ലാതെ പിന്നെ പുറത്ത് എവിടേക്കാണ് ഇവോക്കിൻ്റെ ഓഫീസുകൾ? നമുക്ക് ബേസിക്കലി ഇവോക്കിൻ്റെ ഓഫീസ് കാനഡയിൽ ഒരു ഓഫീസുണ്ട്, ഒമാൻ ഒരു ഓഫീസുണ്ട്, ദുബായ് ഒരു ഓഫീസുണ്ട്. ഇപ്പോൾ എത്രത്തോളം ക്ലയൻസ് ഉണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം സ്റ്റാഫ് ഉണ്ട്? സ്റ്റാഫ് ഇപ്പം കൊച്ചിയിൽ 40 പേരാണ് സ്റ്റാഫായിട്ടുള്ളത്. നമ്മുടെ ബാക്കിയുള്ള ഓഫീസിലോട് കൂടി 10 പേര്, അങ്ങനെ ഒരു 50 മെമ്പേഴ്സ് ടീമാണ് നമുക്കുള്ളത് ആക്ച്വലി. ഓക്കെ ഓക്കെ. അപ്പം ക്ലയൻസ് ആയാലും അല്ലെങ്കിൽ സ്റ്റാഫ് ആയാലും 100% സാറ്റിസ്ഫൈ ഹാപ്പി ആണെന്ന് സാറിന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും. കാരണം എനിക്ക് തോന്നുന്നത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ വി വേർ at 99% I should say. Maybe 1% may be there, but I don't know, but there may be. Yeah. But 99% customers are satisfied. Why I am saying that is actually ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നമ്മൾ 10 years ആയിട്ട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. നമ്മുടെ ഇപ്പോൾ ഉള്ള ക്ലയൻസിനകത്ത് ഒരു 40% ക്ലയൻസും ഓൾമോസ്റ്റ് 8 to 9 years ആയ ക്ലയൻസ് ആണ്. സോ ഇറ്റ്സ് നോട്ട് ലൈക്ക് ഒരു 1 year 2 year ആയ ക്ലയൻസ് അല്ല. സോ ദേ ആർ സ്റ്റേയിങ് വിത്ത് us for more than 9 or 10 years. അപ്പോൾ തുടങ്ങിയ കാലം തൊട്ടുള്ള ക്ലയൻസ് ആണ് ഇപ്പോൾ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. 40% ക്ലയൻസ് ആർ സ്റ്റിൽ ദാറ്റ് ഓൾ ക്ലയൻസ്. ദാറ്റ്സ് ഓൾസോ ഗ്രേറ്റ് തിങ്. ഇവോക്ക് തുടങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ അതിൻ്റെ പാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തെല്ലാം കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ എന്തെല്ലാം സ്ട്രഗിൾസ് ആണ് സാറിന് നേരിടേണ്ടി വന്നിട്ടുള്ളത്? ഫസ്റ്റ് സ്ട്രഗിൾ വാസ് വെൻ യു ആർ സ്റ്റാർട്ടിങ് ദ കമ്പനി. ദാറ്റ് വാസ് എ പെയിൻഫുൾ തിങ് വെൻ യു സ്റ്റാർട്ടിങ് എനിത്തിങ്. അന്നേരമാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ IT കമ്പനി, ഐ വർക്ക്ഡ് ഇൻ IT ബാക്ക്ഗ്രൗണ്ട്, ബട്ട് ഐ ഡോണ്ട് നോ ബിക്കോസ് ദോസ് ആർ വെരി ഫോർച്യൂൺ ബിഗ് കമ്പനീസിലാണ് ഞാൻ വർക്ക് ചെയ്തത്. സോ അവരുടെ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റും മാർക്കറ്റിംഗ് ഡിവിഷനൊക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നത് ഐ ഡോണ്ട് ഹാവ് എൻ ഐഡിയ. അപ്പോൾ അതായിരുന്നു ഏറ്റവും പെയിൻഫുൾ, ഇതിൻ്റെ മാർക്കറ്റിംഗ്. ബിക്കോസ് ഓപ്പറേഷൻസ് പാർട്ട് ഐ എം വെൽ അവെയർ, ബിക്കോസ് ഞാൻ IT ബാക്ക്ഗ്രൗണ്ട് ഉള്ളതാണ്, ഞാൻ ഡെവലപ്പർ ആയിരുന്നു. സോ ഒരു ഡെവലപ്മെൻറ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുമ്പം ഐ നോ വാട്ട് ടു ഡു, ബട്ട് മാർക്കറ്റിംഗ് ഐ എം നോട്ട് അവെയർ ഓഫ്. എങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യണം ഒരു ഐഡിയ ഇല്ലായിരുന്നു ആക്ച്വലി. ദാറ്റ് വാസ് ദ വൺ ഓഫ് ദ മെയിൻ ചലഞ്ച് while I started the business എന്നാണ് എനിക്ക് തോന്നുന്നത് ആക്ച്വലി. So when I started the business, I started in a 200, not even 200, maybe ഒരു 150 square feet of ഓഫീസായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. കൊച്ചി തന്നെ. ദാറ്റ് ഓൾസോ ഇൻ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ ഏറ്റവും ടോപ്പ് ബിൽഡിങ്ങിനകത്ത് സെക്യൂരിറ്റിക്ക് താമസിക്കാൻ വേണ്ടിയിട്ടൊരു ഒരു സ്പേസ് ഉണ്ടായിരുന്നു. അതാണ് ദാറ്റ് വാസ് മൈ ഫസ്റ്റ് ഓഫീസ്. ഐ തിങ്ക് 5,000 സംതിങ് റെന്റ്. ഐ തിങ്ക് അതൊരു ടോയ്ലറ്റും ഒരു 200 സ്ക്വയർ ഫീറ്റ് ഓഫീസ്. അല്ല, ഞാൻ ഒരു 10 days ഞാൻ ഒറ്റയ്ക്കായിരുന്നു സ്റ്റാർട്ടിങ് ഉണ്ടായിരുന്നത്. അതിനുശേഷം I get a designer, then a developer. ഞങ്ങൾ 3 പേര് ഓൾമോസ്റ്റ് ഒരു ഫസ്റ്റ് 3 months ഞങ്ങൾ 3 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഐ ഓൾമോസ്റ്റ് സ്റ്റേ അറ്റ് ദ ഓഫീസ് ഓൾമോസ്റ്റ് ഫുൾ ഡേ. ഞാൻ വീട്ടിൽ പോകുന്നത് കുറവായിരുന്നു ആക്ച്വലി. ഞാൻ രാത്രി അവിടെ തന്നെ കിടന്നുകൊണ്ടിരുന്നത്. എൻ്റെ കാരണം ഇതായിരുന്നു, കാരണം ഐ വാസ് സപ്പോർട്ട്. ഓഫ് കോഴ്സ് ഫാമിലി സപ്പോർട്ട് ഇല്ലാതെ നമുക്ക് ഒരു ബിസിനസ്സും തുടങ്ങാൻ പറ്റത്തില്ല. ഞാൻ അവിടെ കിടക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ടാർഗറ്റ് ചെയ്ത കസ്റ്റമർ ബേസ് എല്ലാം US യൂറോപ്പ് ആയിരുന്നു. ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ കിടക്കും. പകൽ ഞാൻ വർക്ക് ചെയ്യും, രാത്രി എഴുന്നേറ്റ് ഇവരുടെ മെസ്സേജസ് റിപ്ലൈ ചെയ്യാൻ അങ്ങനത്തെ കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ കിടക്കും. ഐ ഗോട്ട് ഫസ്റ്റ് പ്രോജക്റ്റ് ഐ തിങ്ക് $50 സംതിങ്. അത് ഒരു ജർമ്മൻ ക്ലയൻ്റ് ആയിരുന്നു. അതൊരു 3rd month ആ ക്ലയൻ്റ് ആണ് പിന്നീട് നമ്മുടെ നെക്സ്റ്റ് 2 yearsലേക്ക് നമ്മുടെ ഫുൾ സ്റ്റാഫിനെയും ഒരു 30 member സ്റ്റാഫ് പുള്ളിക്ക് വേണമെന്ന് പറഞ്ഞ് പുള്ളിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ബാക്ക് ഓഫീസ് സെറ്റപ്പ് ചെയ്ത് ഓൾമോസ്റ്റ് 2 years ആ ഒരു ക്ലയൻറ്റ് തന്നെയായിരുന്നു കമ്പനി പിന്നെ പോയത്. സോ സ്റ്റാർട്ടിങ് ഫസ്റ്റ് 3 months വാസ് വെരി സ്ട്രഗിൾഡ് ആയിരുന്നു ആക്ച്വലി. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള സ്ട്രഗിളിങ് എന്തൊക്കെയായിരുന്നു, അല്ലെങ്കിൽ അത് പിന്നെ നല്ല സ്മൂത്ത് ആയിട്ടാണോ പോയിട്ട്? നോ ബിസിനസ് ഓൾവേസ് ടൈം ടു ടൈം സ്ട്രഗിൾസ് വന്നുകൊണ്ടിരിക്കും. അത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്ട്രഗിൾസ് ആയിരിക്കും. താങ്ക് ഗോഡ് ഫിനാൻഷ്യൽ ക്രൈസിസും അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും എനിക്ക് ഫേസ് ചെയ്യേണ്ട വന്നിട്ടില്ല. ക്ലയൻസിനൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ സാറിന് അത് എങ്ങനെയാണ് കുറച്ചും കൂടെ ഈസി ആയിട്ട് തോന്നിയിരിക്കുന്നത്? നമ്മുടെ GCC അല്ലെങ്കിൽ പുറത്തുള്ള ക്ലയൻസ് ആണോ അതോ നമ്മുടെ ഇന്ത്യൻ ക്ലയൻസ് ആണോ കുറച്ചും കൂടെ എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്? ഓഫ് കോഴ്സ് പുറത്തുള്ള ക്ലയൻസ് തന്നെയാണ് ആക്ച്വലി. ഇന്ത്യൻ ക്ലയൻസ് ആർ ആക്ച്വലി ഓവർ എക്സ്പെക്ടേഷൻസ് ഉള്ള ആൾക്കാരാണ്. പിന്നെ നമ്മുടെ മാർക്കറ്റും അങ്ങനെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവോക്ക് പോലത്തെ ഒരുപാട് കമ്പനികളുണ്ട്. സോ ദ മാർക്കറ്റ് കോമ്പറ്റീഷൻ ഓൾസോ ടൈറ്റ് ഇൻ ഇന്ത്യ. സോ ആ ഒരു മാർക്കറ്റിനകത്ത് നമുക്ക് സ്പെൻഡ് ചെയ്യണതിനേക്കാളും അല്ലെങ്കിൽ നമുക്ക് എഫോർട്ട് എടുക്കുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് ബെനിഫിറ്റും നമുക്ക് ഔട്ട്സൈഡ് ഇന്ത്യൻ പ്രൊജക്ട്സ് ചെയ്യുമ്പോൾ തന്നെയാണ് ആക്ച്വലി. ഓഫ് കോഴ്സ് ഈ കറൻസി വാല്യൂയുടെ ഡിഫറൻസ് എന്തായാലും നമ്മുടെ ഇതിൽ റിഫ്ലക്റ്റ് ആവുമല്ലോ ആക്ച്വലി. ശരിയാണ്.